Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രയർ ആരാണ്? ഞാനാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സൈൻ പറഞ്ഞോളൂ കേട്ടോ. സൈൻ പറയണേ. ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ദിനം. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ആഗോളതലത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും അറിയിച്ച് വീണ്ടും ഒരു പ്രകൃതി സംരക്ഷണ ദിനം കൂടി കടന്നു വരുന്നു. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ലോകം കൈകോർക്കണമെന്ന് ഇത്തവണയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനായി അമൂല്യമായ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി കൂടുതൽ സമയം മാറ്റിവെക്കാൻ ലോക ജനതയോട് ഈ ദിനം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾക്ക് വർഷം തോറും ഈ ദിനത്തിൽ തുടക്കം കുറിക്കാറുണ്ട്. മനുഷ്യന്റെ തെറ്റായ ജീവിതശൈലിയും സമ്പത്തിനോടുള്ള ആർത്തിയും പ്രകൃതി വിഭവങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ ചൂഷണം തുടർന്നാൽ ഭൂമിയിലെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരും തലമുറയുടെ നിലനിൽപ്പിനു കൂടി പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ഇന്നലെയാണ് ജൂലൈ 28. ശരി മാം. ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ. ഞാൻ പറയാം മാം. Children have an absorbent mind. They absorb knowledge from the environment without fatigue. Maria Montessori. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മാമിന്റെ ക്ലാസ്സിലും ആക്ഷൻ സോങ്ങും അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. സ്റ്റോറി, ആക്ഷൻ സോങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ശരി മാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? വിഡ്രോവൽ വരെ. വിഡ്രോവൽ വരെ പറഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ് അല്ലേ. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്യട്ടോ എല്ലാവരും.
റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. നിത്യ പ്രജീഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്? വായിച്ചിട്ട് പറയണോ മാം? ആ, Daydreaming is a kind of withdrawal. Many of us turn to it when we are face to face with real problems. Instead of attempting to resolve these problems in a realistic manner, we withdraw ourselves into a world of fantasy where we need not face failures, where we succeeded in every undertaking of ours. Beside these, there are other adjustment mechanisms such as dissolution, egocentrism, reaction formation, and others. ഡേ ഒന്ന് ഡ്രീം explain ചെയ്യാമോ? ഡേ ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മൾ പകൽ സ്വപ്നം കാണുക എന്ന് പറയുന്നതല്ലേ, ആ, പകൽക്കിനാവ് എന്നൊക്കെ പറയുന്നത്. അതൊരു വിഡ്രോവലാണ്, ഒരു തരത്തിലുള്ള ഒരു വിഡ്രോവലാണ് പകൽക്കിനാവ് കാണുക എന്നുള്ളത്. നമ്മളില് ശരിക്കുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആണ് ഇതുണ്ടാവുന്നതെന്ന്. പ്രശ്നങ്ങളെ അതിൻ്റെതായ റിയലിസ്റ്റിക് യാഥാർത്ഥ്യ ബോധത്തോടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് വരെ നമ്മൾ ഒരു ഫാന്റസിയുടെ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവും. പിന്നെ വേർ വി സക്സീഡഡ് ഇൻ എവരി അണ്ടർടേക്കിംഗ് ഓഫ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് നമ്മളെ ലാസ്റ്റത്തെ എന്തായിരിക്കും മനസ്സിലാവുന്നില്ല. ഏറ്റവും ലാസ്റ്റത്തെ പറയാം. ഈ ഡിസൊല്യൂഷൻ എന്താന്നറിയില്ല. ഈഗോസെൻട്രിസം എന്ന് വെച്ചാൽ അഹങ്കാരായിരിക്കും അല്ലേ? അത് പിന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് അല്ലേ? എന്താണ് മൃദുലക്ക് എന്താ മനസ്സിലായത്? മൃദുല ഈ നിത്യ പറഞ്ഞ പോലെ തന്നെ അത് പകൽക്കിനാവാണ്. റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പറയില്ലേ, അതായത് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനെ പെട്ടെന്ന് കാണുമ്പോ തന്നെ അവരുടെ കൂടെ കുട്ടികളും കൊച്ചുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന പോലത്തെ ചില സീനുകളൊക്കെ സിനിമയിൽ കാണാം. ഇല്ലെങ്കിൽ ഇപ്പൊ ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മളൊക്കെ ലോട്ടറി ഒക്കെ എടുക്കൂലേ, അപ്പോഴേക്കും ആദ്യം ഞാൻ കാർ മേടിക്കും, അത് മേടിക്കും, ഇത് മേടിക്കും എല്ലാം ചെയ്യും. പക്ഷെ അതിന് നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കാതെ നമ്മൾ സ്വപ്നം കാണുന്നത്. ഇപ്പൊ ആണെങ്കിൽ നമ്മളിപ്പോ ടീച്ചിങ് പഠിക്കുകയാണല്ലോ, അപ്പൊ നമ്മള് ഇന്റർവ്യൂവിനും നമ്മൾ പഠിക്കൂല, ഇന്റർവ്യൂവിനും പോയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ടീച്ചർ ആയി കഴിഞ്ഞ് സാരി കൊടുത്തിട്ട് പോകും എന്ന് പറഞ്ഞുള്ള, അതായത് നമ്മളൊരു കാര്യം ചെയ്യാതെ നമ്മൾ റെസ്പോൺസിബിലിറ്റിന്ന് എസ്കേപ്പ് ആവും. അതാണ് മാം. ഓക്കെ. അമ്പിളിക്ക് എന്താ മനസ്സിലായത്? ഇതൊക്കെ തന്നെയാണ് പകൽക്കിനാവ് കാണുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളെയും കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളത് ഇങ്ങനെ ഒരു ഫാന്റസി, അങ്ങനെ ഒരു ചിന്താഗതിയുടെ നമ്മളത് സോൾവ് ചെയ്തതായിട്ട് നമുക്ക് അങ്ങനെ തോന്നുക. അങ്ങനെ നമ്മൾ കുറെ ഇങ്ങനെ നമ്മളേതായിട്ടുള്ള കുറെ ഇമേജിൻ ചെയ്ത് സ്വപ്നമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കണ പോലെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരം വിഡ്രോവലാണ്, അതായത് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ്. പകൽക്കിനാവ് കണ്ട് മനസ്സിനെ ആശ്വസിപ്പിക്കുക. ശരിക്കും പറഞ്ഞാല് പലതരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ശരിക്കുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ ഇമാജിൻ ചെയ്ത്, അതായത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു എന്ന് ഇമാജിൻ ചെയ്ത് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗോൾസിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മള് സ്വപ്നമായിട്ട് കാണുന്നത്. ഓക്കെ, പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 25 കോടി രൂപ ലോട്ടറി അടിക്കുന്നത് സ്വപ്നം കാണാം. എന്നിട്ട് നമ്മൾ ആ പണം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു എന്ന് സ്വപ്നം കാണാം. ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടിരിക്കുന്നത് സ്വപ്നം കാണാം അല്ലെ? അതിനൊന്നും യാതൊരു ചെലവുമില്ല അല്ലെ? അപ്പൊ ഇത്തരത്തില് സ്വപ്നങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഒരു ഡേ ഡ്രീം ചെയ്ത് മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത്?
ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഇപ്പൊ 12 ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഇപ്പൊ പഠിച്ചല്ലേ. ഇതിനകത്ത് ഞാൻ നിങ്ങളെ കൊണ്ട് ഇതിന് എക്സാമ്പിൾ എഴുതിപ്പിച്ചായിരുന്നോ? ഓരോന്നിനും ചെയ്യിപ്പിച്ചായിരുന്നോ? പറയിപ്പിച്ചായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, 1 മുതൽ 12 വരെയുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിന്റെ ഓരോ എക്സാമ്പിൾ വീതം എല്ലാവരും എഴുതുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് സമയം തരാൻ ഞാൻ. എല്ലാവരും റെഡിയാണോ ചെയ്യാനായിട്ട്? മിസ്, ഈ എക്സാമ്പിൾ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടില്ലല്ലോ, അല്ലാണ്ടും എക്സാമ്പിൾ എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ എന്താണോ ഇപ്പൊ സിമ്പത്തിസിസം എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാം. എക്സാമ്പിൾ പോലെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. സ്റ്റാർട്ട്. മലയാളത്തിലായാലും കുഴപ്പമില്ലല്ലോ? എന്താണ്? മലയാളത്തിലായാലും കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, കുഴപ്പമില്ല. മിസ്, ഞാൻ ഇതിന്റെ മുന്നത്തെ ക്ലാസ് ഒന്നും കണ്ടില്ല. റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയില്ല. റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് എഴുതി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇവരൊക്കെ വായിക്കുമല്ലോ, വായിക്കുമ്പോ ഒന്ന് കേട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്, അപ്പൊ മനസ്സിലാവും. ആയിക്കോട്ടെ.
എഴുതി കഴിയുമ്പോ തമ്പ് ചെയ്യണം കേട്ടോ.
ഓരോ എക്സാമ്പിൾ വീതം എഴുതിയാൽ മതി കേട്ടോ. ഓരോന്നിനും ഓരോന്ന് വീതം എഴുതിയാൽ മതി, അധികം എഴുതണ്ട. ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ, നമ്മുടെ സമയം പോവും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് റീഡ് ചെയ്യൂ. എഴുതിയത്രോളം മതി കേട്ടോ, ബാക്കി നിങ്ങൾ പിന്നെ എഴുതിക്കൊണ്ട് വന്നാൽ മതി. ഓക്കെ, കോമ്പൻസേഷൻ റേഷണലൈസേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടോ? ആ, നിത്യ പ്രജീഷ് ഒന്ന് വായിച്ചേ. നിത്യ പ്രജീഷ്. ഐഡന്റിഫിക്കേഷൻ വേണ്ടേ മാം? ആദ്യത്തെ അതല്ലേ? അല്ല, ആദ്യത്തെ അതല്ലല്ലോ, സോറി, ഞാൻ എഴുതിയത് കോമ്പൻസേഷൻ. ഞാൻ സാധാരണ ചെയ്യണ ഒരു എക്സാമ്പിൾ, ഇപ്പൊ വീട്ടിലിപ്പോ ഏതെങ്കിലും ഒരു അരി വാങ്ങുമ്പോൾ പുതിയൊരു അരി ആണെങ്കിൽ ഇപ്പൊ റൈസ് കുക്കറിൽ അതിന്റെ പാകം നോക്കി വേണം നമ്മൾ വെന്ത് വാർക്കാനായിട്ട്. അപ്പൊ ചിലപ്പോൾ അത് മറന്നു പോയിട്ട് അരി അതിൽ കൂടുതലായിട്ട് വെന്ത് ഇത് പോയി കഴിയുമ്പോൾ വീട്ടിൽ ഞാൻ പറയണ ഒരു ഇതാണ്, എന്റെ കുഴപ്പമല്ല, ഞാൻ നോക്കാത്തോണ്ടല്ല, അരി കൊള്ളില്ലാത്തോണ്ടാണ് അങ്ങനെയായെന്നുള്ളത്. അതാണ് കോമ്പൻസേഷൻ, ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ റേഷണലൈസേഷനിൽ ഇപ്പൊ എക്സാമിന് നന്നായിട്ട് പഠിക്കാണ്ട് ഒരു കുട്ടി അറ്റൻഡ് ചെയ്തു, അതിന്റെ മാർക്ക് പറയുമ്പോൾ ആ കുട്ടി പറയാണ് ടീച്ചർ എന്നെ നന്നായി പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടഫായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് കുറഞ്ഞത്. പിന്നെ പ്രൊജക്ഷൻ എഴുതിയത്, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഡിറ്റേഷൻ സീറ്റ് ഒക്കെ ഇടുമല്ലോ കൊച്ചു പിള്ളേർക്ക്, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ വീട്ടിൽ വന്നിട്ട് പറയണത്, അമ്മ ഇന്നലെ എന്നെ അത് പഠിപ്പിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് കുറഞ്ഞതെന്ന്. പിന്നെ ഐഡന്റിഫിക്കേഷനിൽ എഴുതിയത്, ഇപ്പൊ ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി, അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ആവാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ടി വിയിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ കളിക്കാരുടെ ആ ഒരു ക്രിക്കറ്റ് കളി കണ്ടു കഴിയുമ്പം അവരുടെ ആ ഒരു മാച്ച് കണ്ട് എനിക്കാവാൻ പറ്റിയില്ലെങ്കിൽ ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ട് സന്തോഷിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരുടെ വിജയം കണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയത്, ഇപ്പൊ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ആവാൻ സാധിക്കാതെ വന്നെങ്കിൽ കൂടി അയാൾ ആ മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേറൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് അതിൽ തൃപ്തിപ്പെടേണ്ടി വരുന്നത്. ഓക്കെയോ? ഓക്കെ,
Then പിന്നെ സബ്ലിമേഷൻ എഴുതിയത് ഇപ്പം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു കപ്പിൾസ് അവർ ആ ഒരു കുറവ് നികത്താൻ വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നത് വേറൊരു കുട്ടികൾ. പിന്നെ റിപ്രഷൻ എഴുതിയത് ഇപ്പം ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി എന്തെങ്കിലും ഒരു ഇപ്പം മുങ്ങോ അങ്ങനെയൊക്കെ വന്ന് ഭയപ്പെട്ടിരുന്ന കുട്ടികളെ പിന്നീട് അവര് കുറെ നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വെള്ളത്തിൽ ഇറക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആ പണ്ടത്തെ ഒരു ഓർമ്മ കയറി വരുന്നത് എന്നാ പേടിച്ച ഒരു കാര്യം. പിന്നെ റിഗ്രഷൻ എഴുതിയത് ഇപ്പൊ 2 കുട്ടികളുള്ള ഒരു വീട്ടില് അല്ല ഒരു കുട്ടി മാത്രമായിട്ട് വളർന്ന വീട്ടിലേക്ക് രണ്ടാമത്തെ ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയുടെ ഒരു മാനസികങ്ങളൊക്കെ കാണിക്കുന്നത്, കൈ ചപ്പുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയുന്നിടത്ത് ഇപ്പൊ ഒരാളുടെ അടുത്ത് ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ടൊരു വർക്ക് ചെയ്യാൽ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്യില്ല, എനിക്കിതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അങ്ങനെ എല്ലാത്തിനോടും ഒരു നോ പറഞ്ഞ് നെഗറ്റീവ് പറയുന്ന ഒരു ഇതാണ് നെഗറ്റീവ്സിൽ എഴുതിയത്. സിമ്പതിസ് എഴുതിയത് ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര വർക്ക് ലോഡും അവർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അപ്പൊ അവരവരുടെ സാധാ അത്രയും സ്ട്രെസ് കുറഞ്ഞ് ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ഫ്രണ്ട്സിനോട് അവർ പറയും, ഓ എനിക്ക് അവിടെ ഭയങ്കര വർക്ക് ലോഡാ, സഹിക്കാൻ പറ്റുള്ള ടെൻഷനാണ്, അങ്ങനെ പറഞ്ഞ് അവരുടെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റുന്നത്. പിന്നെ വിഡ്രോവൽ വരെ എഴുതിയുള്ളൂ. വിഡ്രോവൽ എഴുതിയത് ഇപ്പം ഒരു മരണം നടന്ന വീട്ടിലൊക്കെ അത് കാണാനുള്ള ഒരു ഇത് സഹനശക്തി ഇല്ലാത്തതുകൊണ്ട് ചിലര് പോവാണ്ടിരിക്കുമല്ലോ, അതാണ് വിഡ്രോവൽ വരെ ആയിരുന്നു എഴുതാൻ ടൈം കിട്ടിയുള്ളൂ. മൃദുല മുരളീധരൻ. മാം പറയാം. ഞാനെല്ലാം എക്സാമ്പിൾ തന്നെ എഴുതി വെച്ചിട്ടാ പഠിച്ചത്. ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും ഞാൻ എഴുതിയില്ലായിരുന്നു. ഇപ്പോൾ കോമ്പൻസേഷൻ ആണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് ഭംഗി കൂടുതലും ഭംഗി കുറവുമാണ്. അപ്പൊ ഭംഗി കുറഞ്ഞ ആള് ആ ഭംഗിക്ക് പകരമായിട്ട് അവൻ നല്ലപോലെ പഠിച്ച് ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആകുന്നു. അപ്പൊ ആ ഭംഗി എന്നുള്ള സാധനം റാങ്കിനെ വെച്ചവൻ കോമ്പൻസേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് റേഷണലൈസേഷൻ ആണ്. അതില് എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു ഫെയിലിയർ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അവന് ലോജിക്കൽ റീസൺസ് വെച്ച് അത് മറയ്ക്കാൻ ശ്രമിക്കും. അതാണ് റേഷണലൈസേഷൻ. ഇപ്പൊ ഇല്ല എന്റെ ഹസ്ബൻഡ് വേണ്ട, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ കൂട്ടാതെ ഒരു കല്യാണത്തിന് പോയെന്ന് വിചാരിക്കും. നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പം ബന്ധുക്കളൊക്കെ ചോദിക്കാണ്, എവിടെ പോയി, അവൾ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയാണ്, അവൾക്ക് വയറുവേദനയാണ്, അതുകൊണ്ടാണ് അവൾ വരാത്തത് എന്ന്. അപ്പോ ആ ഒരു അയാളുടെ തെറ്റിനെ ആ വയറുവേദനയുടെ പുറത്തേക്ക് ചുമത്തിയിട്ട് അയാൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് റേഷണലൈസേഷൻ. അടുത്ത പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്ത തെറ്റിനെ മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കുക. ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്തു, ആ രോഗി മരിച്ചുപോയി. പക്ഷെ ഡോക്ടർ ഒരിക്കലും അത് സമ്മതിക്കില്ല, അത് ഡോക്ടറുടെ തെറ്റായിരുന്നു, അതിന് പകരം നേഴ്സ് കറക്റ്റ് ടൈമിൽ കത്തി തന്നില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ള ഒരാളുടെ തലയിലേക്ക് അതിനെ വെക്കും. അതാണ് പ്രൊജക്ഷൻ. ഇനി അടുത്ത ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫിക്കേഷൻ ഇപ്പോ അന്ന് പണ്ട് അമ്പിളി പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് ഒരു പാവപ്പെട്ട അച്ഛൻ, അദ്ദേഹം എഡ്യൂക്കേറ്റഡ് അല്ല, അതിന് പകരം മകനെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കുകയാണ്. മകന്റെ മകന്റെ വിജയത്തില് അച്ഛനും സന്തോഷിക്കുകയാണ്. അതാണ് ഐഡന്റിഫിക്കേഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഡോക്ടറെ വെച്ച് പറയാം. ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള ആള് നഴ്സോ അല്ലെങ്കിൽ വല്ല ന്യൂറോളജിസ്റ്റോ അങ്ങനെയുള്ള സെയിം ഫീൽഡിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ചീവബിൾ അല്ലാത്ത ഗോളിനെ അച്ചീവബിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്തത് സബ്ലിമേഷനില് സ്ട്രെസ് ഉള്ള, നമുക്ക് നല്ല സ്ട്രെസ് ഉള്ള ടൈമിൽ നമ്മളൊന്ന് പുറത്ത് വാക്ക് പോവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കും. അതായത് നമ്മുടെ ഇമോഷൻസിനെ സ്ട്രെസ് ആയിട്ട് തന്നെ പുറത്ത് കാണിക്കാതെ നമ്മൾ അതിനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയ രീതിയിലേക്ക് മാറ്റി നമ്മൾ പാട്ട് പാടുകയോ, ഇല്ലെങ്കിൽ എന്താ പറയാ, നല്ല അഗ്രഷൻ ഉള്ള ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ ഇതിന് ബോക്സിങ്ങിന് പോവുക. അവർ ബോക്സിങ്ങിന് പോയി ആ ബോക്സിങ് സാധനത്തിന് ഇടിച്ചിട്ട് അവരുടെ ദേഷ്യം തീർക്കുക. അതൊക്കെയാണ് സബ്ലിമേഷൻ. അതുപോലെ നിത്യ പറഞ്ഞ പോലെ, അതായത് കുട്ടികളില്ലാത്ത സ്ത്രീ, മാം പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, കുട്ടികളില്ലാത്തവർ ഓർഫനേജിൽ പോയിട്ട് അവർക്ക് ബുക്കും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അതേസമയം നമുക്ക് മോണ്ടിസറിയിൽ വെച്ച് പറയുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത സ്ത്രീ മോണ്ടിസറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതും സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത റിഗ്രഷൻ ആണ്. ഒരു വ്യക്തിക്ക് മുൻപ് കിട്ടാതെ വരുന്ന അംഗീകാരം പിന്നീട് കിട്ടാതെ വരുന്നു. അപ്പോൾ ആ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്നു. അതായത് ഈ കുട്ടികള് ടോയ്ക്ക് വേണ്ടിയൊക്കെ കരയുക, ഇപ്പൊ നിത്യ പറഞ്ഞ പോലെ കുട്ടികള് ബെഡിൽ യൂറിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തമ്പ് സക്ക് ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. റിപ്രഷൻ ആണ് അടുത്തത്.
അതിന്റെ എക്സാമ്പിൾ ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു സ്ത്രീ ഹസ്ബൻഡിനെ മറക്കാതെ തന്നെ മറ്റൊരു കല്യാണം കഴിക്കുന്നു. അതാണ് റിപ്രഷന്റെ എക്സാമ്പിൾ. അതായത് നമ്മുടെ മൈൻഡിൽ അഫക്റ്റ് ആയ ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ മനഃപൂർവ്വം മറന്നിട്ട് അതായത് നമ്മുടെ മനഃപൂർവ്വം തന്നെയാണ് നമ്മളത് നമ്മുടെ മൈൻഡിലേക്ക് മാറ്റി വെക്കുന്നത്. നമ്മൾ ഒരിക്കലും അത് മറക്കുന്നില്ല, പക്ഷെ മറക്കാതെ തന്നെ മറക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ആ മെമ്മറീസിനെ മാറ്റി വെക്കുന്നു. അതാണ്. അതേപോലെ തന്നെ മാം പറഞ്ഞിരുന്നു, ചൈൽഡ്ഹുഡ് അബ്യൂസുകൾ കുട്ടികൾ കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ മറന്നു പോകുന്നു. അതൊക്കെ റിപ്രഷൻ എക്സാമ്പിൾ ആണ്. നെഗറ്റീവ്സ് ആണ് അടുത്തത്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു മദ്യപാനിക്ക് പറയാണ്, നിങ്ങൾ മദ്യം കഴിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വരുന്നത്. പക്ഷെ അത് നെഗറ്റീവ്സ് ഉള്ള ആൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അവരത് അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സിമ്പത്തിസ് ആണ്. നമ്മുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നൊക്കെ, അതായത് നമ്മുടെ അല്ല, ഭാര്യമാരുടെ കയ്യിൽ നിന്നൊക്കെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും. അതായത് അവർക്ക് ഭയങ്കര ജോലിഭാരമാണ്, അവരങ്ങനെയാണ്, കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ നോക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയുക, അയ്യോ എന്റെ ഹസ്ബൻഡ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ നോക്കുന്നത് എന്നുള്ള ഒരു സിമ്പതി നമ്മൾ അവർക്ക് കൊടുക്കും. കൊച്ചു കരയാണ്. വിത്ഡ്രോവൽ ആണ് അടുത്തത്. കുഴപ്പമില്ല മൃദുല. ആ ഓക്കെ, ദെൻ ഇനി ആരാ വായിക്കുന്നേ? ശ്രുതി നാരായണൻ. ശ്രുതി. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാൻ പറ്റും. സൗണ്ട് അമ്പിളി വായിക്കാമോ? സോറി അമ്പിളി. ഞാൻ വായിക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ അല്ലേ? കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖല കണ്ടെത്തി വിജയം നേടുന്നതിനല്ലേ പറയുന്നത്? അത് ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറയണത്. ഞാൻ എല്ലാ എക്സാമ്പിളും എഴുതുന്നത് എന്റെ ലൈഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോ കോമ്പൻസേഷനിൽ ഞാൻ എഴുതിയത്, എനിക്ക് പഠിത്തം മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. അപ്പോ പിന്നീട് അവര് പഠിപ്പിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് പറ്റാവുന്ന മേഖലയിലൊക്കെ പഠിച്ചിട്ട് അങ്ങനെ വിജയിക്കാൻ നോക്കി. മ്യൂസിക് പഠിച്ചു, അങ്ങനെ സ്റ്റിച്ചിങ്, ഡിസൈനിങ് ഒക്കെ പഠിച്ചു. അങ്ങനെ വേറെ മേഖലയിലൊക്കെ ഞാൻ പഠിച്ചിട്ട് അങ്ങനെ ഞാൻ എന്റേതായ വിജയം കണ്ടെത്തി. അതാണ് അത് ഞാൻ എഴുതിയിട്ടത്. പിന്നെ റേഷണലൈസേഷനിൽ ഞാനത് വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് പോവാ, അങ്ങനെ പ്ലാൻ ഇട്ടാൽ അപ്പൊ ചിലപ്പോ അങ്ങോട്ട് പോവാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ വല്ല കുടുംബ വീട്ടിലേക്കൊക്കെ ആവും. അപ്പൊ താല്പര്യം ഇല്ലാത്ത വീട്ടിലേക്കാണെങ്കിൽ ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാറുണ്ട്. അത് അങ്ങനെയാണ് ഞാനത് എഴുതിയത്. പിന്നെ പ്രൊജക്ഷൻ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ഐഡന്റിഫിക്കേഷൻ എഴുതിയത്, എനിക്ക് വിജയിക്കാൻ പറ്റാത്ത മേഖലകളിൽ എന്റെ മക്കൾ വിജയിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രൈസ് ഒന്നും അങ്ങനെ വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിൽ അവർക്ക് കിട്ടുമ്പോൾ എനിക്കത് ഞാൻ എന്റെ വിജയമായിട്ട് അത് കാണാറുണ്ട്. അവരുടെ വിജയം എന്റെ വിജയമായിട്ട് ഞാൻ കാണാറുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് അത് ഞാൻ നമ്മളെല്ലാവരും കൂടെ പുറത്തു പോകുമ്പോൾ ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ പുറത്തു പോകുമ്പോൾ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പോവുമല്ലോ ഹോട്ടലില്. അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് സാധാ ചിക്കൻ ബിരിയാണി കഴിക്കാനാവും താല്പര്യം. അപ്പോ അവര് പറയും മന്തി കഴിച്ചാൽ മതി പറയും. അപ്പോ ഞാനപ്പോ എന്റെ ഇഷ്ടം ഞാനത് വിട്ടു കൊടുക്കാണല്ലോ. അപ്പൊ പിന്നെ ഈ മന്തിയും ചിക്കൻ ബിരിയാണിയും കൂടി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ശരി ഒന്നിച്ച് മന്തി ഓർഡർ ചെയ്യാണല്ലോ നല്ലതെന്ന് കരുതിയിട്ട് ഞാന് അപ്പൊ ആ ഒരു ഇഷ്ടമാണ്, ചെറിയൊരു ഇഷ്ടം വിട്ടുകൊടുത്ത് ഞാൻ അതിൽ കൂടും. അതാണ് എഴുതിയത്. പിന്നെ സപ്ലിമേഷനിൽ ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ, എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഞാന് എപ്പോഴും ഹീലുള്ള ചപ്പൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു ഇത് കണ്ടെത്തും. ഞാൻ ഹീലുള്ള ചപ്പൽ ഉപയോഗിച്ചാലാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. അപ്പൊ അത് ഞാൻ എന്റെ ഹൈറ്റിന്റെ കുറവിൽ ഞാൻ അത് നികത്തുകയാണ്. പിന്നെ റിപ്രഷനിൽ ഞാൻ എന്റെ ലൈഫിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ പഴയ വീട് പുതിയ വീട് എന്നുള്ളൊരു ഇതുണ്ട് എന്റെ മനസ്സിൽ. കാരണം പഴയ വീട്ടില് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി നിന്ന സമയത്ത് കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ എനിക്ക് ആ പഴയ വീടിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനപ്പോ രാത്രിയൊക്കെ ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് കരഞ്ഞൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് അത് ആലോചിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ പുതിയ വീട്ടിലായതിനു ശേഷം എനിക്ക് ആ പഴയ ഓർമ്മകളെ ഞാൻ പരമാവധി കുഴിച്ചു മൂടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ റിപ്രഷനിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ്. കാരണം ഞാനും എന്റെ ഏട്ടന്മാരും തമ്മിൽ ഒരു 2 വയസ്സിന്റെ മാറ്റേ ഉള്ളൂ. അപ്പൊ ചെറിയ കുട്ടിയാവുമ്പോ അപ്പൊ എല്ലാവർക്കും അമ്മയുടെ അടുത്ത് കിടക്കണം.
തല്ലുകൂടും അതിന് ചെറുപ്പത്തില്. അപ്പൊ ഞാൻ കിടക്കും ഏട്ടൻ, അപ്പൊ ഞാൻ വിട്ടുകൊടുക്കുക ചെയ്യാ. ഞാൻ പാവായിരുന്നു. അപ്പൊ ഈ ഏട്ടന്മാര് സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അമ്മയുടെ അടുത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിൽ പോകുമ്പോഴും ഞാന് അമ്മയുടെ അടുത്ത് കിടക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പൊ മാഡം പറഞ്ഞപ്പോ അതാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു ചെറിയമ്മയാണ്. അപ്പൊ ആ ചെറിയമ്മ ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടാവും നമ്മള് എടുക്കുന്നുണ്ടാവുക. നമ്മളെ പരമാവധി നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു കളിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാന്. പക്ഷെ അവര് വന്നു കഴിഞ്ഞാൽ അവര് വന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയും. അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ നെഗറ്റീവാണ്. നമ്മുടെ കാര്യങ്ങളും കൂടി എടുത്തു പറഞ്ഞ് അയ്യോ അങ്ങനില്ലേ ഇങ്ങനില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെയും കൂടെ നെഗറ്റീവ് ആക്കും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവായി പോകും. നമ്മൾ വിചാരിക്കും നെഗറ്റീവ് ആവില്ല എന്ന്. പക്ഷെ അവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കും. പിന്നെ അപ്പുറത്ത് പോയി ചോദിക്കും എന്താ പറ്റിയേ ചോദിക്കും. അപ്പോഴാണ് മനസ്സിലായത് നമ്മള് നെഗറ്റീവ് ആയിരുന്നു. അതാണ് എഴുതിയത്. പിന്നെ സിമ്പതിസം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പണി ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോ ഇങ്ങനെ മേസ്ത്രിമാര് ഇങ്ങനെ ഉണ്ടാക്കിയ ആൾക്കാർ വരുമല്ലോ, അവര് ഏർപ്പാടാക്കിയ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ ഈ ടൈൽസ് പണിക്കൊക്കെ. അതിലൊരാള് അത് പറയാൻ പറ്റുമോന്ന് അറിയില്ല. അതിലൊരാള് കാലുകൊണ്ട് കഴിയാത്ത പോലെ ഇങ്ങനെ കാണിച്ചു. അയാൾ കാലിലൊരു കട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ശരിക്കും പ്രശ്നമുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാവം തോന്നൂല അയാളോട്, ഒരു സിമ്പതി തോന്നൂലോ അയാളോട്. അപ്പൊ എന്നിട്ട് എനിക്ക് ഇയാൾ പാവം തോന്നി. ഇയാൾ ഇങ്ങനെ കാലിൽ കയറ്റി വന്ന് പണിയെടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളോട് സിമ്പതി തോന്നി. അയാൾ എന്നിട്ട് വെള്ളം പിന്നെ എന്നോട് പറഞ്ഞു അപ്പുറത്ത് അയാൾ വെറുതെ കാണിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തോ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അയാൾക്ക് കാലിൽ അങ്ങനെ കാര്യമായിട്ട് മുറിയൊന്നുമില്ല, ചെറിയൊരു മുറിയേ ഉള്ളൂ. പക്ഷെ അയാൾ അത് വലുതാക്കി കാണിക്കുകയാണ് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമായിട്ട് അയാളെന്നെ ഒഴിവാക്കി. പിന്നെ വിഡ്രോവലിൽ ഞാൻ എഴുതിയിട്ടുള്ളത്, ഇവിടെ രായിരനെല്ലൂർ മല എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ കൊപ്പത്തുള്ളതാണ്. നാറാണത്തു പ്രാന്തൻ പറഞ്ഞിട്ട്, നാറാണത്തു പ്രാന്തന്റെ ഒരു മല ഉണ്ട് ഇവിടെ കൊപ്പം പറഞ്ഞ സ്ഥലത്ത്. അവിടെ തുലാമാസം 1-ാം തീയതി ഇങ്ങനെ മല കയറാൻ പോവും ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ മല കയറി കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞിട്ട് വന്നാൽ അതൊരു നമുക്ക് നല്ലതാണെന്നാണ് വിശ്വാസം. അപ്പൊ താറാണത്തു പ്രാന്തൻ പറഞ്ഞാൽ ഈ പാറ ഉരുട്ടി മേലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് അവിടുന്ന് താഴത്തേക്ക് ഇടും. അപ്പൊ നമ്മൾ എത്ര ഉയർന്ന നിലയിൽ എത്തിക്കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ ഒറ്റ ഇതിൽ താഴത്തേക്ക് വീഴുന്നുള്ളതിന് ഒരു ഐതിഹ്യമാണത്. അപ്പൊ അവിടെ പോയിട്ട് തൊഴുതു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയപ്പോ അവിടെ ഇങ്ങനെ ഈ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാര്, കണ്ണിന് സുഖമില്ല, അങ്ങനെ അംഗവൈകല്യമായ കുറെ ആൾക്കാർ ഇങ്ങനെ കിടക്കാൻ കണ്ടു. എനിക്ക് അവിടുന്ന് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ അവിടെ എല്ലാ കൊല്ലം ഞങ്ങളുടെ വീടിന്റെ അടുത്താണ്, അപ്പൊ എല്ലാരും എല്ലാ കൊല്ലം പോകും. പക്ഷെ എനിക്ക് ആ സ്ഥലത്തേക്ക് പിന്നെ പോവാനേ തോന്നിയിട്ടില്ല. ഞാൻ ആകെ ഒരു തവണ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, കാരണം എനിക്കത് കാണാൻ വയ്യ. അപ്പൊ അതൊരു ഒഴിവാവണ പോലെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ അത് ഒഴിവാക്കി കിട്ടും. അതാണ് ഞാൻ എഴുതിയത്. പിന്നെ സ്വപ്നം കാണുക പറഞ്ഞ എന്റെ മോളുടെ ചെറുപ്പത്തിലുള്ള ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അവളിങ്ങനെ ഒരു കസേര ഉണ്ട്, ആ കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് അത് ബസ്സാണെന്നാണ് അവളുടെ സങ്കല്പം. എന്നിട്ട് അവള് ബസ്സിൽ യാത്ര ചെയ്യാണ്, സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ആ കസേര ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. എന്നിട്ട് പറയും ഞാൻ ബസ്സിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ആ കുട്ടിയോട് സംസാരിക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ ഫ്രണ്ടാണ്, അച്ചു ആണ് എന്നൊക്കെ പറയും. അപ്പൊ അത് അവള് ഇങ്ങനെ സ്വപ്നം കാണുന്ന പോലെ ഒരു ഇത് അവൾക്ക്, അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അതാണ് ഞാൻ എഴുതിയത്. മൊത്തത്തിൽ ഒന്നും മാത്രം എഴുതാൻ പറ്റിയില്ല, ബാക്കിയൊക്കെ എഴുതി. ഓക്കെ, താങ്ക് യു മാഡം. ഇനി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? വായിക്കാൻ ആരെങ്കിലും റെഡിയാണോ? എനിവൺ? ആരും എഴുതിയിട്ടില്ല? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തായിരുന്നോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്? എടുത്തായിരുന്നു? എടുത്തു മാം. ഇനി ഏതൊക്കെയാണ് തീരാനുള്ളത്? പാർട്ട് 1 ആൻഡ് പാർട്ട് 2? ഒന്ന് പറയാമോ? ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എടുക്കാനുള്ളത് പാർട്ട് 1-ലെയും പാർട്ട് 2-ലെയും? സൈക്കോളജിയുടെ 2 ചാപ്റ്റർ ജിഷ മാം ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിലെ ബാക്കിയെല്ലാം എന്താണ്? അതിലെ എല്ലാ ചാപ്റ്ററും തീർന്നതാണ്, അത് 2ഉം കഴിഞ്ഞു കഴിഞ്ഞാ. പാർട്ട് 2-ലെയും കംപ്ലീറ്റ് ആണോ എല്ലാരും? പിന്നെ പാർട്ട് 2 വരുമ്പോ മരിയ മോണ്ടിസറിയുടെ ഒരു ചാപ്റ്റർ ആണ് ഇപ്പം അപർണ മിസ് എടുത്തോണ്ടിരിക്കുന്നത്.
പാർട്ട് 2-ലോ? നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തായിരുന്നോ? നീഡ്സ് ആ അതിലെല്ലാം തീർന്നു മാം. ആ 2 ചാപ്റ്ററേ ഉള്ളൂ ഇനി, എഡ്യൂക്കേഷണൽ സൈക്കോളജിയും സൈക്കോളജിയും. സൈക്കോളജി മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു സെക്കൻഡ് കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലേ? എല്ലാം കംപ്ലീറ്റ് ആയില്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? പമിത സുൽത്താനൊക്കെ വായിച്ചായിരുന്നോ എക്സാമ്പിള്? ഇല്ലല്ലോ. പമിത ഇല്ല മാം. വായിക്കാമോ? എഴുതിയോ? മാം കുറച്ച് തന്നെ എഴുതിയിട്ടുള്ളൂ മാം. അടുത്ത ക്ലാസ്സിൽ പറയാ. കുറച്ച് മതി, കുറച്ച് വായിച്ചാൽ മതി, കുഴപ്പമില്ല. ഉള്ളത് വായിച്ചാൽ മതി കേട്ടോ. കഴിഞ്ഞതിന്റെ അല്ലേ? എന്താണ്? ഇപ്പൊ കഴിഞ്ഞതിന്റെ അല്ലേ? അത് തന്നെ, വായിച്ചത് തന്നെ. ഇവരൊക്കെ വായിച്ചില്ല. അത് ഓരോരുത്തരും എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വായിപ്പിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് പമിത? കുറച്ച് എഴുതിയിട്ടുണ്ട്. തെറ്റാണോന്നും എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? പമിത വായിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അയ്യോ മാം. വായിച്ചോളൂ, വായിച്ചോളൂ, പേടിച്ചിരിക്കരുത്. ധൈര്യപൂർവ്വം വായിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. കമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തെറ്റ് മറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മറയ്ക്കാൻ വേണ്ടി പല കാരണങ്ങൾ പറയാം. പിന്നെ റേഷണലൈസേഷൻ പറഞ്ഞാൽ ഒരു തെറ്റ് കുട്ടികൾ ചെയ്തിട്ട് അത് കുട്ടികളല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. പിന്നെ പ്രൊജക്ഷൻ, നമ്മൾ ചെയ്യുന്ന തെറ്റ് വന്നിട്ട് മറ്റുള്ളവരെ വെച്ച് പറയാം. മറ്റുള്ളവരെ വന്നിട്ട് അവരാണ് ചെയ്തത് തെറ്റ്, നമ്മളെ അല്ല എന്നുള്ള അതിന് പറയാം. ഐഡന്റിഫിക്കേഷൻ അത് ഞാൻ എഴുതിയിട്ടില്ല മാം. സബ്ലിമേഷൻ അത് വന്ന് നമ്മളുടെ ഇമേഷൻ വന്നിട്ട് അല്ല, ഇത് പറയാം മാം. ഐഡന്റിഫിക്കേഷൻ ഒരാളുടെ സന്തോഷം നമ്മളും വന്നിട്ട് പങ്കുകൊള്ളുക. അതാണ് മാം അത് ഐഡന്റിഫിക്കേഷൻ. ഇത് ഒന്നും കൂടി റെക്കോർഡ് ക്ലാസ് കാണും കേട്ടോ. ശരി. അവര് പറയണമെന്ന് അത്ര ക്ലിയർ ആയില്ല, അതുകൊണ്ടാ. ഒന്നും കൂടി റെക്കോർഡ് ക്ലാസ് ഇതുവരെയുള്ള ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എഴുതിയിട്ട് ഞാൻ പറയാം അടുത്ത ക്ലാസ്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഞ്ചു എഴുതിയിട്ടുണ്ടോ? ഒന്ന് രണ്ടെണ്ണം എഴുതിയിട്ടില്ല, ബാക്കി പറയാം. ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്, അതിപ്പോ നാളെ അടുത്ത PSC എക്സാം ഒക്കെ ഉണ്ടാവുമ്പോ സ്വപ്നം കാണുകയാണ്. നാളെ 80-ൽ കൂടുതൽ നെഗറ്റീവ് ഇല്ലാതെ കറുപ്പിക്കാൻ കഴിയണേ എന്നുള്ളൊരു സ്വപ്നം കാണുകയാണ്. പിന്നെ വിത്ഡ്രോവൽ പറയുമ്പോ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് തീരെ വയ്യാത്തവരെ കാണാൻ പോവാൻ വയ്യ എന്നിട്ട് കാണാറില്ല. പിന്നെ അതേ സിമ്പതിസം പറയുമ്പോ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുട്ടി, പിന്നെ നേരം വൈകിയവൻ വരുള്ളൂ, അതേപോലെ തന്നെ അറ്റൻഡൻസ് ഉണ്ടാവില്ല. പക്ഷെ മിസ്സിനോട് പറയാ ദൂരെന്നാണ് വരുന്നത്, അതേപോലെ തന്നെ വീട്ടിൽ ഭയങ്കര പ്രയാസാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴാണ്, തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് മിസ്സിന് ഇത് പറയണത് വെറുതെയാണ്, പിന്നെ സിമ്പതി കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഇതാക്കാനാണ് പറയണത്, വെറുതെ പറഞ്ഞ് പരത്തിയത്. പിന്നെ നെഗറ്റീവിസം പറയുമ്പോൾ
പുകവലിയാണ് ആരോഗ്യത്തിന് രോഗത്തിന് കാരണം എന്ന് പറയുമ്പോൾ പക്ഷെ സമ്മതിക്കില്ല, പുകവലി അല്ല എന്നാ പറയണത്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അതേപോലെ 2 കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ മറ്റേ കുട്ടി അതുപോലെ വേണമെന്ന് പറയാണ്. അതായത് സബ്ലിമേഷൻ പറയുമ്പോൾ ഒപ്പമുള്ളവരൊക്കെ നല്ലോണം പഠിക്കും, പക്ഷെ എനിക്ക് നല്ലോണം പാട്ട് പാടാൻ അറിയുന്ന പറയാണ് സബ്ലിമേഷനില്. സബ്സ്റ്റിറ്റ്യൂഷനില് പഠിച്ചൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ കല്യാണം, കുടുംബം അങ്ങനത്തേലൊക്കെ ത്യജിക്കുകയാണ്. ഐഡന്റിഫിക്കേഷൻ പറയുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് കിട്ടാത്തത് ബാക്കിയുള്ളവരിൽ കിട്ടിക്കാണുമ്പോൾ സന്തോഷം. അതായത് ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ പോലും എനിക്ക് കിട്ടാത്തത് നമ്മളെ കസിൻസിനോ ആർക്കെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം. പ്രൊജക്ഷൻ പറയുമ്പോൾ എക്സാം എഴുതിയിട്ട് നമ്മൾ പറയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു എന്ന് പറയാ. അതേപോലെ തന്നെ റേഷണലിസം പറയുമ്പോൾ മാത്സിന് മാർക്ക് കിട്ടാത്തതിന് കാരണം ടീച്ചർ ശരിക്കും പഠിപ്പിക്കാത്തതാണെന്ന് പറയാണ്. കോമ്പൻസേഷൻ പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണം എന്ന് ആഗ്രഹിച്ച്, പക്ഷെ ആ കുട്ടി അറിയാതെ പോലും ആ കുട്ടി ബിസിനസ്സിലേക്ക് മാറുകയാണ്. കഴിഞ്ഞു. ഓക്കെ, സരിത എഴുതിയിട്ടുണ്ടോ? സരിത ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഇപ്പോഴല്ലേ കേൾക്കുന്നതൊക്കെ. എഴുതിയിട്ടില്ലെന്നോ? എഴുതിയിട്ടില്ല. ഞാൻ ക്ലാസ് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ അവര് പറഞ്ഞപ്പോ ഇങ്ങനെ അതിന്റെയൊക്കെ മീനിങ് എഴുതി വെച്ചിട്ടുള്ളൂ. മീനിങ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ അവര് പറഞ്ഞപ്പോഴേ അങ്ങനെ എന്താണ് കോമ്പൻസേഷൻ എന്നുള്ളത് തെറ്റിനെ മറക്കുക അതുപോലെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ, അല്ലാതെ എക്സാമ്പിൾ എഴുതിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ലിഖിത ശരത്, ലിഖിത ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഓഫീസിന്റെ ഇടയില് കേൾക്കണം. ഓക്കെ. നജീബ് ഫാത്തിമ, എഴുതിയിട്ടുണ്ടോ? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. അല്ലേ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് എഴുതിക്കൊണ്ട് വരിക കേട്ടോ. ഓക്കെ, ഞാൻ വായിപ്പിച്ചില്ലെങ്കിൽ കൂടിയും എല്ലാവരും തന്നെ ഇതിന്റെ എക്സാമ്പിൾ ഇപ്പൊ വായിച്ചവര് എഴുതേണ്ട ആവശ്യമില്ല. ഇനി പെൻഡിങ് എന്തെങ്കിലും എഴുതാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എഴുതാത്തവര് തീർച്ചയായിട്ടും എഴുതിക്കൊണ്ട് വരിക കേട്ടോ. അപ്പോ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ പാർട്ട് 4 ആണ്. ഓക്കെ, പാർട്ട് 4 വരുന്നത് സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. വളരെ രസകരമായിട്ട് എങ്ങനെയാണ് ഒരു സ്കൂള് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർട്ട് 4 വരുന്നത്. അപ്പോ അത് ഞാൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കാനാണ് കരുതിയത്, പക്ഷെ നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 4 നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? സൈൻ ഔട്ട് പ്ലീസ്. ഞാൻ തന്നെ പറയാം മാം. ആരും ഇന്ന് നമ്മള് ഡിഫൻസ് മെക്കാനിക്സിലെ ലാസ്റ്റ് പോയിന്റ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതായത് പകൽക്കിനാവ് കാണുന്ന ഒരു തരം വിഡ്രോവൽ ആണെന്നുള്ള കാര്യമാണ് പഠിച്ചത്. പിന്നെ മാം എല്ലാരെയും കൊണ്ടും ഈ ഒരു ഡിഫൻസ് മെക്കാനിസം പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് അറിയാൻ ഈ ഒരു 12 പോയിന്റ്സിനെ കുറിച്ചുള്ള എക്സാമ്പിൾസ് വായിപ്പിച്ചു. എല്ലാവരും മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവര് ഈ ഒരു എക്സാമ്പിൾ എങ്കിലും, ക്ലാസ് കേൾക്കാത്തവർക്ക് ഈ ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോഴെങ്കിലും കുറച്ച് ഐഡിയ വരുമല്ലോ. അപ്പൊ എല്ലാവരും അതൊക്കെ കേട്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ചെയ്യുന്നതാണ്. മാം നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു.